നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ പുതുവർഷത്തെ ഫലത്തെ ആണ് പറയണേ. പുതുവർഷം എന്ന് പറയുമ്പോൾ ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് 1201 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് ഒരു വർഷത്തെ ഫലത്തെ ഓരോ രാശിക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തുലാം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. തുലാം രാശിക്കാർ എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം, ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗവും ചേരുന്ന രാശിയാണ്. 2.25 നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി. ശരിക്ക് പറയുകയാണെങ്കിൽ തുലാം രാശിക്കാർക്ക് ഈ രാശിക്കാർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു പുതുവർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തന്നെ. സന്തോഷപ്രദമായ ഒരു വർഷം എന്ന് പറയാൻ കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ വ്യാഴം അഷ്ടമരാശിയിൽ നിന്നു, ഇപ്പോൾ കണ്ടകശനിയില്ല, വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഭഗവാൻ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം നിൽക്കുകയാണ്. ഇതെല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ശരിക്കും 12 രാശിയിലെ ചുരുക്കം രാശിക്കാർക്ക് മാത്രമേ ഏറ്റവും നല്ല സമയമുള്ളൂ. അതിൽ ഏറ്റവും ശുഭപ്രദമായ സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പുതുവർഷം. അപ്പോൾ അതെന്തുകൊണ്ട് അഡ്വാൻസായിട്ട് നിങ്ങളുടെ പറഞ്ഞു തരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കാര്യത്തിൽ അറച്ചു നിൽക്കരുത്. ഓരോ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നത് വിജയിക്കും. കാരണം നമ്മളിപ്പോൾ ഹൈവേയിലാണ്. ഹൈവേയിൽ പോയിട്ട് പിന്നെ 20-ൽ പോകാൻ നിൽക്കരുത്. നമുക്ക് എത്രത്തോളം അനുവദനീയമായ സ്പീഡുണ്ടോ അതിൽ ഓടിപ്പോകണം എന്ന് പറയും പോലെ നിങ്ങൾ കാര്യങ്ങൾക്ക് ഇറങ്ങണം. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിൻ്റെ പേരിൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. സാമ്പത്തിക നേട്ടം വരും. അതുപോലെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വരെ സഫലീകരിക്കാൻ പറ്റും. അത്രയ്ക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അത് കുടുംബത്തിന് അകത്ത്, അത് കുഞ്ഞുകുട്ടിയാണെങ്കിൽ പോലും അവൻ ചെയ്യുന്ന വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടാവും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടും. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കും. ഇല്ല, മുതിർന്നവരാണ്, പ്രായം ചെന്നവരാണ്, ശാരീരിക ബുദ്ധിമുട്ടായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശാരീരിക വിഷമങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ മൊത്തത്തിൽ അനുകൂലപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സന്തോഷപ്രദമായ വാർത്ത നമ്മൾ മറ്റ് ആൾക്കാരും കൂടി അറിഞ്ഞ് അവരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ സമയത്തെ വിനിയോഗിക്കട്ടെ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ യൂട്യൂബിൽ തന്നെ, ഈ ചാനലിൽ തന്നെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ വിളിച്ച് നേരിൽ സംസാരിക്കാൻ വേണ്ടി ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി നല്ലത് വരട്ടെ അതിനു വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പലരും പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് പലപ്പോഴും വിളിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ. അത് സ്വാഭാവികമാണ്. കാരണം തിരക്കുകൊണ്ട് പലപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ എന്തായാലും റിപ്ലൈ തരും. ഇപ്പോൾ ദുബായിൽ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട്. അവിടെ കൺസൾട്ടേഷൻ ഉണ്ട് എല്ലാ മാസവും. അതുപോലെ ഇവിടെയും കൺസൾട്ടേഷന് നമുക്ക് ഓൺലൈനിലും അല്ലാതെയും കൺസൾട്ടേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഫോണൊന്നും അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നത്. ഇപ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാ തുലാരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
നന്ദി, നമസ്കാരം.